ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ മാസം 19-ാം തീയതി ഞായറാഴ്ച. അന്ന് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് നമ്മൾ അക്ഷയ തൃതീയയായി ആചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാളെയാണ്, അതായത് 2026 ഏപ്രിൽ 19 ഞായറാഴ്ച. തൃതീയ തിഥി ആരംഭിക്കുന്നത് 19-ാം തീയതി രാവിലെ 10:49 മുതൽ 20-ാം തീയതി 7:27 വരെയാണ്. ഈ അക്ഷയ തൃതീയ, അതായത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ തിഥിയിലാണ് പരശുരാമൻ അവതരിച്ചത്. അതുപോലെ തന്നെ നരനാരായണന്മാർ അവതരിച്ചതും ഈ ദിവസമാണ്. മറ്റൊരു പ്രത്യേകത, അന്നാണ് വ്യാസഭഗവാൻ മഹാഭാരതം എഴുതി തുടങ്ങിയത്. മഹാഭാരതം എഴുതിയത് ആരാണ്? വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ട് ഗണപതി ഭഗവാനാണ് മഹാഭാരതം എഴുതിയത്. അത് ഒരു അക്ഷയ തൃതീയ ദിവസമാണ് എന്നാണ് വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ചിട്ട് ദ്രൗപദിക്ക് വനവാസകാലത്ത് അക്ഷയപാത്രം സൂര്യഭഗവാൻ കൊടുത്തത് ഈ ദിവസമാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ എല്ലാ തരത്തിലും വിശേഷപ്പെട്ട ദിവസമാണ് ഈ അക്ഷയ തൃതീയ. ഈ ദിവസം സാധാരണ നമ്മൾ സ്വർണ്ണക്കടക്കാർക്കൊക്കെ വലിയ വിശേഷമാണ്. സ്വർണം വാങ്ങുന്നത് നല്ലതാണ്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ധാരാളം സമ്പത്ത് നമുക്ക് ലഭിക്കുന്നു, ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. സ്വർണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കൾ മേടിക്കുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം 19-ാം തീയതി രാവിലെ 10:49 മുതൽ 20-ാം തീയതി രാവിലെ 6:11 വരെയാണ്. ഈ സമയത്തിനുള്ളിൽ നമുക്ക് വിശിഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമാണ്. അക്ഷയ തൃതീയ ദിവസം ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൂജകൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. മഹാലക്ഷ്മി അവതരിച്ചതും ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഹിന്ദുമത വിശ്വാസികൾക്ക് വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ ദിവസം. അതുപോലെ തന്നെ ഭഗവാൻ കുചേല ഭഗവാനെ അനുഗ്രഹിച്ചതും ഒരു അക്ഷയ തൃതീയ ദിവസമാണ് എന്നാണ് വിശ്വാസം. ഈ അക്ഷയ തൃതീയയ്ക്ക് ഒരു കഥയുണ്ട്. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പണ്ട് മഹോദയൻ എന്നു പേരുള്ള ഒരു വൈശ്യനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ സത്യസന്ധനായിരുന്നു, ശുദ്ധ ഹൃദയനായിരുന്നു, വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം ദേവന്മാരെയും ബ്രാഹ്മണരെയും ഒക്കെ തന്നെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തു വന്നിരുന്ന ഒരു ശ്രേഷ്ഠനായ ഒരു വൈശ്യനായിരുന്നു. അദ്ദേഹത്തിന് ഈ കഥകൾ കേൾക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തന്നെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലിയിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ കഥകൾ കേൾക്കാനും അതുപോലെ തന്നെ മനസ്സ് മുഴുവൻ ദൈവചിന്തയിൽ നിറഞ്ഞിരിക്കുന്നതിനുമായിട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്തൊക്കെ അദ്ദേഹം അതിന് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മഹർഷി കുറച്ച് ആളുകൾക്ക് ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നു ഒരു കാര്യം. എന്താണ്? അതായത് രോഹിണി നക്ഷത്രവും അക്ഷയ തൃതീയയും അതുപോലെ തന്നെ അക്ഷയ തൃതീയയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസവും ആ ദിവസത്തിന്റെ പ്രത്യേകതയും ഇതൊക്കെ തന്നെ ഈ മഹർഷി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഈ വൈശ്യൻ, ഈ മഹോദയൻ എന്ന വൈശ്യൻ കേൾക്കാനിട വരുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് ഇതിങ്ങനെ കേൾക്കുന്നത്. അദ്ദേഹവും അവിടെ കൂടിയിരുന്ന് ഈ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ ഒരു ദിവസമുണ്ട്, ആ ദിവസം വളരെ ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുന്നു. പരശുരാമന്റെ അവതാരവും നരനാരായണന്മാരുടെ അവതാരവും ഒക്കെ നടന്ന ദിവസം ഈ ദിവസമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ദിവസം അദ്ദേഹം ധാരാളം ദാനങ്ങളൊക്കെ ചെയ്യുന്നു. ഈ മഹർഷി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ ദിവസമായപ്പോഴേക്കും അദ്ദേഹം ധാരാളം ദാനങ്ങളും അതുപോലെ തന്നെ ദേവപൂജയും പിതൃപൂജയും ഒക്കെ ചെയ്യുന്നത്. അന്ന് അദ്ദേഹം ഗംഗാനദിയുടെ തീരത്ത് പോവുകയും അവിടെ ഇരുന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഗംഗയിൽ സ്നാനം ചെയ്യുകയും പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് തിരിച്ചു വീട്ടിൽ വന്നിട്ട് അദ്ദേഹം ബ്രാഹ്മണർക്ക് വെള്ളം, ഉപ്പ്, ബാർലി
അതുപോലെ തന്നെ തൈര്, അരി, പാലുൽപ്പന്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ദാനം ചെയ്തു. ഇവിടെ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, വൈശ്യനാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവിനൊത്ത് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ദിവസം ചെയ്ത് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഭാര്യ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിലക്കി. പക്ഷെ അദ്ദേഹം അതൊന്നും ഗൗനിക്കാതെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു. അങ്ങനെ അദ്ദേഹം കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും പിന്നീട് അടുത്ത ജന്മത്തിൽ അദ്ദേഹം കുശവപുരി എന്ന ഒരു നഗരത്തിലെ ഒരു ക്ഷത്രിയനായി ജനിക്കുകയും ചെയ്തു. ആ ജന്മത്തിൽ അദ്ദേഹത്തിന് വലിയ പണമായിരുന്നു, വലിയൊരു ധനികനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത്. പക്ഷേ ധനികനായിരുന്നെങ്കിലും അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു, ദൈവഭക്തനായിരുന്നു, മറ്റുള്ള ആളുകളോടൊക്കെ വളരെ കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ചിട്ട് അദ്ദേഹം വളരെയധികം യാഗങ്ങളും അതുപോലെ തന്നെ ദാനങ്ങളും ഒക്കെ തന്നെ ധാരാളമായിട്ട് നടത്തി. പക്ഷെ എത്ര തന്നെ അദ്ദേഹം ദാനം ചെയ്തിട്ടും, പശുക്കളെയും സ്വർണങ്ങളെയും ഒക്കെ ദാനം ചെയ്തു, ദരിദ്രർക്കും അന്ധർക്കും യാചകർക്കും ഒക്കെ വളരെയധികം ദാനം ചെയ്യുകയും ധാരാളം യജ്ഞങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന്റെ സമ്പത്തിന് യാതൊരു കുറവും വന്നില്ല. ആ സമ്പത്ത് മുഴുവൻ അക്ഷയമായി തന്നെ നിലനിന്നു എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ അക്ഷയ തൃതീയ ദിവസം നമ്മൾ എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ആ പുണ്യകർമ്മങ്ങളുടെ വലിയ ഫലസിദ്ധിയാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ആ പുണ്യകർമ്മങ്ങൾ ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മങ്ങളിൽ പോലും നമുക്ക് ഗുണകരമായി തീരും എന്നും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അക്ഷയ തൃതീയ ദിവസം നമ്മൾ എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യം, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതുതായിട്ട് ഒരു പുസ്തകം വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പുതിയൊരു പഠനം നടത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു തൊഴിൽ സംരംഭം പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ അക്ഷയ തൃതീയ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ദാനം ചെയ്യുന്നതിന്, പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്, മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുന്നത് ഒക്കെ തന്നെ വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് ഈ സ്വർണം മേടിച്ചു വെക്കുക എന്നുള്ള ഒരു ശീലം തന്നെ വന്നത്. കാരണം സ്വർണം എന്താണ്? മഹാലക്ഷ്മിയാണ്. സ്വർണം നമ്മൾ മേടിച്ചു വെക്കുമ്പോൾ, അക്ഷയ തൃതീയ ദിവസം നമ്മൾ കുറച്ചെങ്കിലും ഒരു സ്വർണമോ വെള്ളിയോ ഒക്കെ മേടിച്ചു വെക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മറ്റൊരു സൈക്കോളജിക്കലായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. അതായത് പിന്നീട് വരുന്ന അക്ഷയ തൃതീയ ദിവസങ്ങളിലും നമ്മൾ ഇത് ഐശ്വര്യമാണ് എന്ന ചിന്തയോടുകൂടി അല്പമെങ്കിലും വാങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങുന്ന ആളുകൾ പിറ്റേ വർഷം തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും പൈസ കുറേശ്ശെ ഉണ്ടാക്കി വെച്ച് ആ തവണയും നമ്മൾ സ്വർണം മേടിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതൊരു മനസ്സിന്റെ ഒരു കളിയാണ്. ആ കാര്യമാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിജയിക്കുന്നതും തോൽക്കുന്നതും എല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു ബലം കൊണ്ടാണ്. അപ്പൊ ഈ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നാളെ എല്ലാവരും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമം ജപിച്ചുകൊള്ളുക. അതുപോലെ ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ജപിച്ചുകൊള്ളുക. ഓം നാരായണായ നമ എന്ന് ജപിച്ചുകൊള്ളുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. എന്ത് പ്രവൃത്തി നാളത്തെ ദിവസം ചെയ്താലും അതിന്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തെറ്റായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതല്ല, നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം 10 ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുക്കലേക്ക് കുചേലൻ എത്തിച്ചേരുകയും ആ കുചേലൻ ഈ ദിവസമാണ് ഭഗവാന് അവൽക്കിഴി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ പുണ്യത്തിന്റെ ഫലം അദ്ദേഹത്തിന് എത്രയോ ഇരട്ടിയായിട്ടാണ് പിന്നീട് ഭഗവാന്റെ അനുഗ്രഹം മൂലം ലഭിച്ചത്. അക്കാര്യം കൂടി നമ്മൾ ഓർക്കുക. അക്ഷയ തൃതീയ ദിവസം അന്ന് പരശുരാമ ജയന്തി കൂടി ആയതുകൊണ്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക, മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക, പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക, പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇവയൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്. അതുപോലെ തന്നെ ദാനം ചെയ്യുക, അതും വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നരനാരായണന്മാർ അവതരിച്ചതും ഈ ദിവസമാണ് എന്ന് പറയുന്നു. മഹാലക്ഷ്മിയുടെ അവതാര ദിവസവും ഈ ദിവസമാണ് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്. അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. ഈ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ, അതായത് അക്ഷയ തൃതീയ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.